വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. പാലക്കാട് കല്ലടിക്കോട് പറയമ്പാടത്തുണ്ടായ അപകടത്തിൽ കൺമുന്നിൽ വെച്ച് ഉറ്റ സുഹൃത്തുക്കളായ 4 പേർ മരിച്ചതിന്റെ ഞെട്ടിൽ മാറാതെ അഞ്ജന ഷെറിൻ. അപകടം നടന്നത് ഇർഷാനയുടെ അമ്മയുടെ കൺമുൻപിൽ വെച്ചായിരുന്നുവെന്ന് അഞ്ജന പറയുന്നു. അമിത വേഗത്തിൽ വന്ന ലോറി ഇടിച്ച് സിമന്റ് ലോറി മറിയുകയായിരുന്നു. തന്റെ തൊട്ടപ്പുറത്താണ് ലോറി മറിഞ്ഞത്. കുഴിയിൽ വീണതിനാലാണ് രക്ഷപ്പെട്ടതെന്നും അഞ്ജന ഷെറിൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നും ഒന്നിച്ചായിരുന്ന കൂട്ടുകാരികളുടെ ജീവനെടുത്ത അപകടത്തിൽ നിന്ന് തലനാരികയ്ക്കാണ് അഞ്ജന ഷെറിൻ രക്ഷപ്പെട്ടത്. സ്കൂൾ വിട്ട ശേഷം കടയിൽ നിന്നും ഐസിപ്പും ഒക്കെ വാങ്ങിയ ശേഷമാണ് നടന്നു പോയിരുന്നത്. ഇതിനിടെയാണ് അപകടമുണ്ടായത്. മറ്റൊരു ലോറി ഇടിച്ചാണ് സിമന്റ് ലോറി മറിഞ്ഞത്. ഒപ്പമുണ്ടായിരുന്ന 4 പേരും ലോറിയുടെ അടിയിൽ കുടുങ്ങുകയായിരുന്നു. ഞാൻ കുറച്ച് പിറകിലായിട്ടായിരുന്നു. അപകടമുണ്ടായപ്പോൾ താൻ കുഴിയിലേക്ക് വീണതിനാലാണ് രക്ഷപ്പെട്ടതെന്നും അഞ്ജന ഷെറിൻ പറയുന്നു. കുഴിയിൽ നിന്നും പിന്നീട് എങ്ങനെയൊക്കെയോ കയറി സമീപത്തുള്ള വീട്ടിലേക്ക് കയറുകയായിരുന്നുവെന്നും അഞ്ജന മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് 4 വിദ്യാർത്ഥിനികളുടെ ജീവനെടുത്ത ദാരുണമായ അപകടമുണ്ടായത്. കുട്ടികളുടെ മുകളിലേക്ക് സിമന്റ് ലോറി മറിയുകയായിരുന്നു. അത്തിക്കൽ വീട്ടിൽ ഷറഫുദ്ദീൻ സഞ്ജന ദമ്പതികളുടെ മകൾ ആയിഷ, പിലാത്തോട് വീട്ടിൽ അബ്ദുൾ റഫീഖ് സജീന ദമ്പതികളുടെ മകൾ റിദ ഫാത്തിമ, അബ്ദുൾ സലാം ഫൈസ ദമ്പതികളുടെ മകൾ ഇർഷാന ഷെറിൻ എന്നിവരാണ് മരിച്ചത്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായിരുന്നു 4 പേരും. വൈകിട്ട് പരീക്ഷ കഴിഞ്ഞ് 8ാം ക്ലാസ് വിദ്യാർത്ഥിനികൾ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ലോറി വിദ്യാർത്ഥിനികളുടെ നേരെ പാഞ്ഞു കയറുകയായിരുന്നു. കുട്ടികളുടെ മുകളിലേക്ക് സിമന്റ് ലോറി മറിയുകയായിരുന്നു. മരിച്ച ഇർഫാന ഷെറിൻ അബ്ദുൾ സലാമിന്റെ 3 മക്കളിൽ മൂത്തയാളാണ്. സ്വന്തമായി പൊടിമില്ല് നടത്തിയായിരുന്നു ഉപജീവനം. ഓട്ടോ ഡ്രൈവറായ റഫീഖിന്റെ മൂത്ത മകളാണ് മരിച്ച റിദ ഫാത്തിമ. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉൾപ്പെടെ 3 പേരായിരുന്നു മക്കൾ. മരിച്ച നിദ ഫാത്തിമയുടെ പിതാവ് പ്രവാസിയായ അബ്ദുൾ സലീം അടുത്തിടെയാണ് നാട്ടിലെത്തിയത്. 2 മക്കളിൽ ഏക മകളെയാണ് ഇവർക്ക് നഷ്ടമായത്. പലചരക്ക് കട നടത്തുന്ന ഷറഫുദ്ദീന്റെ 2ാമത്തെ മകളാണ് മരിച്ച ആയിഷ. ഒരു സഹോദരിയും ഒരു സഹോദരനുമുണ്ട്. സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഒപ്പന മത്സരത്തിൽ സ്കൂൾ ടീമിന്റെ മണവാട്ടിയായിരുന്നു. എ ഗ്രേഡ് ലഭിച്ചു. വരുന്ന 21-ന് സ്കൂളിന്റെ കെട്ടിട ഉദ്ഘാടനത്തിലും മണവാട്ടിയായി ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആയിഷ. അതിനിടയിലാണ് നിയന്ത്രണം വിട്ടെത്തിയ ലോറി ആ കുരുന്ന് ജീവനെടുത്തത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.